എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ മാലതിയും കമലയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹരിയും രഞ്ജുവും ഒക്കെ കോളേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ബോറടിയാണെന്ന് കമല പറയുന്നു. പകല് മുഴുവൻ ഞാനിവിടെ ഒറ്റയ്ക്കാണ് മാലതി എടുത്തി. ബോറടിച്ച് ഞാൻ മരിക്കും. ഇത് കേൾക്കുന്ന മാലതി, ഒരു വീടാകുമ്പോൾ എന്തൊക്കെ ചെയ്യാനുണ്ടാകും കമലേ? എനിക്കാണെങ്കിൽ ദിവസം 24 മണിക്കൂർ തന്നെ പോരാ, ഒരു 30 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. ഇത് പറഞ്ഞ് അവർ ഡ്രോയിങ് റൂമിലേക്ക് വരുന്നു. ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രഞ്ജുവിനെ കണ്ടതും മാലതി, ഇവള് ഫുൾ ടൈം ഫോണിലാണോ? ഈ സമയം അങ്ങോട്ടേക്ക് വരികയാണ് ഹരിശങ്കറും ഗംഗാധരമേനോനും. എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടതെന്ന് ഹരി അമ്മയോട് ചോദിക്കുന്നു. അല്ലെങ്കിൽ മെസ്സേജായിട്ട് വാട്സാപ്പിൽ അയച്ചിട്ടേക്ക്, നീ ഷോപ്പിൽ ചെന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഒക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് കമല പറയുന്നു. അങ്ങനെ ഹരിശങ്കർ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം കമല ഗംഗാധരനോടെ ചോദിക്കുന്നു, ബാലചന്ദ്രന്റെ പ്രശ്നം എന്താണെന്നുവല്ലോ നിങ്ങൾ അറിഞ്ഞോ? അതെന്താണെന്ന് അറിയാമെന്ന് ഗംഗാധരൻ പറയുന്നു. മറിച്ച് ഞങ്ങൾക്കിപ്പോൾ അറിയേണ്ടത് വൈജയന്തിയുടെ പ്രോബ്ലം എന്താണെന്നാണ്. ഇത് കേൾക്കുന്ന കമല മറുപടിയായി, അവൾക്ക് അവിടെ ആകെ ഒരേ ഒരു പ്രോബ്ലമേ ഉള്ളൂ, അത് അലീനയാണ്. ഇത് കേട്ടപാടെ മാലതിയും കമലയോട് ചോദിക്കുന്നുണ്ട്, അലീനെ പറ്റി എന്താണ് കമലയുടെ അഭിപ്രായം? മറുപടിയായി കമല, അവള് വീട്ടിലിരുത്താൻ കൊള്ളാവുന്ന പെണ്ണൊന്നും അല്ലെന്നേ, ആണുങ്ങളോടൊക്കെ ശൃംഗരിക്കും, വീട്ടിലെ പൈസ അടിച്ചു മാറ്റും, സ്വർണം മോഷ്ടിക്കും. ഇത് കേൾക്കുന്ന ഗംഗാധരൻ, മൊത്തത്തിൽ എത്ര പവൻ സ്വർണ്ണമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് കമലയോടെ ചോദിക്കുന്നു. ഇവിടുന്ന് ഇതുവരെ അങ്ങനൊന്നും പോയിട്ടില്ല, കാരണം എൻ്റെ കണ്ണു വെട്ടിച്ച് അവൾക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിൽ കടപ്പാട്ടൂരിന്ന് എത്ര പവനാണ് നഷ്ടമായത്? എത്ര പണമാണ് അവൾ അടിച്ചു മാറ്റിയത്? ഇത് കേട്ടപാടെ കമല വിക്കി വരച്ച്, അത് കൃത്യമായിട്ട് വൈജയ്ക്കേ അറിയത്തുള്ളൂ. പക്ഷേ അവളെ പറഞ്ഞയച്ചാൽ മാത്രമേ അവിടുത്തെ പ്രശ്നം തീരത്തുള്ളൂ, അത് മാത്രം എനിക്കറിയാം. ഗംഗൻ കമലയോടായി ചോദിക്കുന്നു, ആരുടെ നിർബന്ധം കൊണ്ടാണ് അലീനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അതിന് അലീന വരുന്നതിന് ആഴ്ചകൾക്ക് മുമ്പേ അച്ഛൻ മരിച്ചു പോയില്ലേ? അച്ഛൻ്റെ മരണശേഷം ആരാണ് ഇതിന് മുൻകൈ എടുത്തത്? ഇത് കേൾക്കുന്ന കമല, അത് മനുവിൻ്റെ നിർബന്ധം കൊണ്ടാണ്. പക്ഷേ ഞാനും വൈജയ് ശിവേട്ടനൊക്കെ കെഞ്ചി പറഞ്ഞതാ വേണ്ടാന്ന്. അന്നേരം അവൻ ഒരേ നിർബന്ധം. ഇത് കേൾക്കുന്ന ഗംഗാധരൻ, അവൻ എന്തായിരുന്നു ഇത്ര നിർബന്ധം? അത് മുത്തച്ഛൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത്. അലീനെ തന്നെ കൊണ്ടുവന്ന് മുത്തശ്ശിയെ ശുശ്രൂഷിക്കാനായിട്ട്. ഇത് കേൾക്കുന്ന ഗംഗാധരൻ, അച്ഛൻ എന്തിനാണ് കഴക്കൂട്ടത്ത് തന്നെ പോയി അലീനെ കാണുവാനും സെലക്ട് ചെയ്യുവാനും കാരണമായത്? ഈ കഴക്കൂട്ടത്തെ ഓർഫനേജ് നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീ ഒരു ദിവസം അച്ഛനെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അച്ഛൻ മനുവിനെ കൂട്ടി കഴക്കൂട്ടത്ത് പോയതും അലീനെ കണ്ടതും. എല്ലാം കേട്ട ശേഷം ഗംഗാധരൻ ഒന്നുകൂടി പറയുന്നുണ്ട്, ഞങ്ങൾ അലീനെ കണ്ടു, അമ്മയെ കണ്ടു, മക്കളെ കണ്ടു, ബാലേന്ദ്രനെയും കണ്ടു. അതുകൊണ്ട് കമല ഇപ്പോൾ അലീനെ പറ്റി പറഞ്ഞതെല്ലാം വെറും പരദൂഷണമാണെന്ന് മനസ്സിലായി. വൈജ കാണുന്നത് പോലെയല്ല കാര്യങ്ങളെന്നും ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടു. ഇത് കേൾക്കുന്ന കമല, അല്ല, വൈജയ്ക്ക് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ടെന്നുള്ളത് സത്യമാണ്. കമല അപ്പോൾ ആ തെറ്റിദ്ധാരണകളെല്ലാം എണ്ണയൊഴിച്ച് ആളെ കത്തിക്കാൻ ശ്രമിക്കുകയാണല്ലേ? നമുക്ക് മറ്റുള്ളവരുടെ വേദന ഒരു വിനോദമായിരിക്കും, പക്ഷേ അവർ ശരിക്കും വേദന അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഗംഗാധരൻ കമലയോടായി പറയുന്നു. മാലതിയെ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഒന്നിച്ചു നിൽക്കണം, ആ കുടുംബം രക്ഷപ്പെടുത്തണമെങ്കിൽ. ഇത്രയും കേട്ടതിന് ശേഷം കമല പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നു. പിറ്റേന്ന് രാവിലെ ബാലചന്ദ്രനെ കാണാനായി ബബിതയും മനുശങ്കറും ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. വന്നയുടൻ തന്നെ അങ്കിൾ ഉറക്കമാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ കണ്ണടച്ച് കിടന്നതാണ്, ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കിടക്കാനായിട്ടെന്ന് ബാലൻ പറയുന്നു. ഇത് കേൾക്കുന്ന മനുശങ്കർ, അതെങ്ങനെ അങ്കിളെ കണ്ണടച്ച് കാഴ്ചകൾ കാണുന്നത്? മറുപടിയായി ബാലൻ, കണ്ണടച്ച ശേഷം പുറകോട്ട് ചിന്തിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതും കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാ ഫ്ലാഷ് ബാക്സും കാണാൻ പറ്റുമെന്ന് ബാലൻ പറയുന്നു. കപടവേഷങ്ങൾ, നാട്യങ്ങൾ, കള്ളത്തരങ്ങൾ റീവൈൻഡ് ചെയ്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണാം. അങ്കിള് എൻ്റർടൈൻ ചെയ്യുവാണോ തന്നെത്താനെ? പിന്നല്ലാതെ. ജീവിതത്തിൻ്റെ ഈ ഫ്ലാഷ് ബാക്സ് കാണുമ്പോഴാണ് നമുക്ക് തന്നെത്താനെ പറ്റിയ കളത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെ മനസ്സിലാവുന്നതെന്ന് ബാലൻ. അതിനുശേഷം ബബിതയോടെ ബാലൻ, മോളെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അച്ഛൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ. അല്ലെങ്കിലും അച്ഛൻ എന്താണ് പറ്റിയതെന്ന് ബബിത ചോദിക്കുന്നു. നല്ല ഹെൽത്തി ആയിട്ട് കോണിപ്പടിയൊക്കെ ഓടിച്ചാടി കയറിക്കൊണ്ടിരുന്ന ആളല്ലേ, ഇനി ഇങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വന്നത്? മറുപടിയായി ബാലൻ, അച്ഛൻ്റെ ഹാർട്ട് ചിലരൊക്കെ ചേർന്ന് ഞെക്കി പൊട്ടിച്ചതാണ്. ഈ ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് ഞെക്കി 2 കൈ കൊണ്ട് പൊട്ടിക്കില്ലേ, അതുപോലെ. ഇത് കേൾക്കുന്ന ബബിത, അച്ഛനെ ആരാണ് അത്രമാത്രം പ്രഷർ ചെയ്തത്? മറുപടിയായി ബാലൻ, മോളെ മനുഷ്യരൊന്നും നമ്മൾ കാണുന്ന പോലെയല്ല, ഒരു ഏകദേശ രൂപം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ, ഇത് വേറെ മനുഷ്യരാണ്. ബാലൻ ഇത്രയും പറഞ്ഞ ശേഷം മനു ബബിതയോടായി, കേട്ടല്ലോ, വല്ലതും മനസ്സിലായോ? ബാലചന്ദ്രൻ അത് വ്യക്തമായി ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നു. ഉദാഹരണത്തിന്, ബബിത മോള് രാവിലെ എഴുന്നേൽക്കുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, കൃത്യമായിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നു. ഇങ്ങനെയാണല്ലോ അച്ഛനെയും അച്ഛനെ പോലുള്ള മണ്ടന്മാരുടെയും വിചാരം. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ഇത് കേൾക്കെ ബബിത അതേന്ന് മറുപടി പറയുന്നു. ഇത് കേൾക്കുന്ന ബാലൻ, അപ്പോൾ നിനക്ക് അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റാത്തതും യാതൊരുവിധ കള്ളത്തരങ്ങളും ഇല്ലെന്നാണ് ബബിത പറയുന്നത്. എങ്കിൽ പാസ്വേഡ് മാറ്റിയിട്ട് നിന്റെ ഫോണിൽ തരൂ. അതിനുശേഷം ബാലൻ ബബിതയുടെ ഫോൺ മേടിച്ച് ചെക്ക് ചെയ്യുന്നു. വാട്സാപ്പ് ലോക്ക്, മെസ്സേജസ് ലോക്ക്, ഗാലറി ലോക്ക്, അങ്ങനെ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ബാലൻ ചോദിക്കുന്നു.
ഒരുപാട് രഹസ്യങ്ങളുണ്ടല്ലേ എന്ന് ബാലൻ ബബിതയോടായി ചോദിക്കുന്നു. അതിനുശേഷം ബബിതയ്ക്ക് ഫോൺ തിരിച്ചു കൊടുത്ത ശേഷം ബാലൻ പറയുന്നു, എന്തായാലും കൊള്ളാം, ഞാനിനി 1-ാം ക്ലാസ്സിൽ പോയി പഠിക്കാൻ പോവുകയാണ്. മനുഷ്യരെയെല്ലാം ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം. കുറേ പഠിക്കാനായിട്ടുണ്ട് മനു. എനിക്ക് ഇന്ന് വരെയുള്ള എല്ലാ പരീക്ഷകളും ഞാൻ തോറ്റുപോയെന്ന് മനുശങ്കറിനോട് പറയുന്നു. നന്നായിട്ട് ഞാൻ ഇതുവരെയും പഠിച്ചില്ല, ഇനിയെങ്കിലും ജയിക്കണ്ടേ ഒന്ന് ബാലനോടായി പറയുന്നുണ്ട്. നീലഗിരിയിൽ നിന്ന് ഗംഗാധരൻ അങ്കിളും ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ബാലൻ, ഞാൻ അറിഞ്ഞിരുന്നു, അവരാണ് എന്നെ വന്ന് കാണാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ളവര്. അവര് വരട്ടെ, കാണാം. അവരെയും പഠിക്കാനായിട്ടുണ്ട്, അതും ഒരു സബ്ജക്റ്റാണ്. എന്നാൽ ശരി അങ്കിളെ, ഞാൻ ഇവിടെ കൊണ്ടുവിട്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മനുശങ്കർ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. മനുവിനോടായി ബാലനെ ഒന്നുകൂടി പറയുന്നു, മനു നീ ഏതായാലും ടൗൺ പാസ് ചെയ്ത് പോകുമ്പോഴത്തേന് അവൾക്ക് ടൗണിൽ നിന്ന് ഇഷ്ടമുള്ള ഫുഡൊന്ന് മേടിച്ചു കൊടുത്തേക്ക്. സമയം അലീന മുത്തശ്ശിക്ക് മരുന്നുകൾ ഓരോന്ന് എടുത്തു കൊടുക്കുകയാണ്. മുത്തശ്ശിയുടെ അരയിൽ കെട്ടിയിരിക്കുന്ന ബെൽറ്റ് അഴിച്ചു മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നടന്നു തുടങ്ങാമെന്ന് അലീന പറയുന്നു. അതേതായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടിട്ട് മതിയെന്നാണ് മുത്തശ്ശി പറയുന്നത്. എന്തായാലും മാഡം തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, എന്നിട്ടാവുമെന്ന് അലീനയും കൂട്ടിച്ചേർക്കുന്നു. സമയം ആ മുറിയിലേക്ക് ബബിത കയറി വരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛനെ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ട ശേഷം മുത്തശ്ശി പറയുന്നു, എത്ര ദിവസമായി അവൻ ആശുപത്രിയിൽ കയറിയിട്ട്, എല്ലാം ഭേദമായിട്ട് വന്നാൽ മതിയായിരുന്നു. ഇത് കേൾക്കുന്ന അലീന, അപ്പോൾ നാളെ തന്നെ എനിക്ക് പോകാം. ഇത് കേൾക്കുന്ന മുത്തശ്ശി, അക്കാര്യമൊക്കെ ബാലൻ നേരിട്ട് വന്നിട്ട് തീരുമാനിച്ചാൽ പോരെ. അങ്ങനെ പിറ്റേ ദിവസം ബാലചന്ദ്രനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് വൈജ, കൃഷ്ണ, മനുശങ്കർ, അങ്ങനെ എല്ലാവരും. വൈജയെ കണ്ടപാടെ ബാല മുഖം ധരിക്കുകയാണ്. തൻ്റെ അടുത്തുണ്ടായിരുന്ന കൃഷ്ണയോടായി ഗോവർദ്ധൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ വിളിക്കാനായിട്ട് ബാലൻ ആവശ്യപ്പെടുന്നു. ഈ സമയം ബില്ലടച്ച ശേഷം അതിൻ്റെ റെസിപ്റ്റുമായിട്ട് മനുശങ്കർ അങ്ങോട്ടേക്ക് വരുന്നു. റിസിപ്റ്റ് തൻ്റെ കയ്യിലോട്ട് തരാനായിട്ട് വൈജ കൈ നീട്ടുകയാണ്. അതിനു മുമ്പേ അത് ബാലൻ തട്ടിപ്പറിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന വൈജ, ഞാനല്ലേ മനു ആദ്യം കൈ നീട്ടിയത്. ഇത് കേൾക്കുന്ന ബാലൻ ദേഷ്യത്തോടെ, അതിനിപ്പോൾ എന്ത് വേണം? ഇത് കണ്ടുകൊണ്ട് മനുശങ്കർ, ആൻറ്റി എന്തിനാ വെറുതെ? കേട്ട ശേഷം വൈജ, അല്ല മനു, ഞാൻ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. കേട്ട ശേഷം ബാലൻ ഉച്ചത്തിൽ, എനിക്കിഷ്ടപ്പെടുന്നില്ല, ഇനി അങ്ങോട്ടും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ബാലൻ ഇത്രയും പറഞ്ഞ പാടെ മനുശങ്കർ ബാലനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്കിൾ ഇങ്ങനൊന്നും ദേഷ്യപ്പെടാനായിട്ട് പാടില്ല. പെട്ടെന്നുണ്ടായ ബാലചന്ദ്രന്റെ ഈ പ്രതികരണം വൈജയന്തിയെ തളർത്തിയിരിക്കുകയാണ്. കൃഷ്ണ അപ്പോഴത്തേക്കും ഗോവർദ്ധനെ കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ബില്ല് നേരെ ഗോവർദ്ധന്റെ കയ്യിലേക്ക് ബാലൻ കൊടുക്കുന്നു. ഇത് പോയി പേയ്മെന്റ് ചെയ്തു വരിക, മാത്രമല്ല എനിക്കുള്ള മെഡിസിനും മേടിക്കാനായിട്ട് ഗോവർദ്ധനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. സമയം ബാലചന്ദ്രന്റെ കയ്യിൽ മെല്ലെ പിടിച്ച ശേഷം കൃഷ്ണ എന്ന് ബാലനോടായി ചോദിക്കുന്നുണ്ട്, അച്ഛനെന്താണ് പെട്ടെന്ന് ദേഷ്യം വന്നേന്നല്ലേ നീ ചോദിക്കാൻ പോകുന്നത്? അതെ എന്ന് കൃഷ്ണ പറയുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിയിരിക്കുക മോളെ. ഡോക്ടർമാരെല്ലാം ചേർന്ന് അത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, ഇതുവരെയും ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് കേട്ടപ്പാടെ വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ ബാലനോടായി ചോദിക്കുന്നു, പോവാൻ തയ്യാറായിരിക്കുകയാണല്ലേ, എല്ലാം പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞോ? അതെ ഡോക്ടർ, ഞങ്ങൾ പോകുന്നതിൻ്റെ തിരക്കിലാണെന്ന് മനുശങ്കറും പറയുന്നു. കുറച്ച് കാര്യങ്ങൾ ബാലചന്ദ്രനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഇനി മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യത്തിലും മനസ്സിനെ ഇടപെടിക്കരുത്. ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ വേറെ ആളുകളുണ്ടല്ലോ. സന്തോഷകരമായ സംഭാഷണങ്ങൾ മാത്രം ഏർപ്പെടുക. കാണാനും സംസാരിക്കാനും ഇഷ്ടമുള്ളവരുമായി മാത്രം സംസാരിക്കുക. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. ഇഷ്ടമുള്ള സംഗീതം കേൾക്കുക. അവരുമായിട്ടും ഒരു തരത്തിലുള്ള ആർഗ്യുമെന്റ്സും വേണ്ട. വേണമെങ്കിൽ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് മാറി താമസിക്കാം, അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ. അത് പക്ഷേ നിർബന്ധമില്ല. അതിനുശേഷം വൈജയുടെ നേർക്ക് തിരിഞ്ഞ് ഡോക്ടർ വൈജയോടെ പറയുന്നു, മിസ്സസ് ബാലേന്ദ്രൻ ഒന്ന് കൺസൾട്ടിംഗ് റൂം വരെ പറഞ്ഞേ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിപ്പിക്കാനായിട്ടാണ്. അങ്ങനെ വൈജ ഡോക്ടറിനെ കാണാനായി കൺസൾട്ടിംഗ് റൂമിലേക്ക് എത്തുന്നു. കണ്ടയുടൻ തന്നെ ഡോക്ടർ അവിടെ ഇരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം ബാലന്റെ ഇപ്പോഴത്തെ രോഗവിവരങ്ങളെല്ലാം ഡോക്ടർ വൈജയോടായി പറയുന്നു. ബാലചന്ദ്രന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കുകയാണ്. പുറമേ ആരോഗ്യമായി തോന്നാം, പക്ഷേ അങ്ങനെയല്ല. ഏത് നിമിഷം വേണമെങ്കിലും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. മുമ്പ് നടത്തിയിട്ടുള്ള എല്ലാ ചെക്കപ്പിലും നോർമലാണോ എന്ന് ഡോക്ടറിനോടായി ചോദിക്കുമ്പോൾ ഡോക്ടർ വേറൊരു കാര്യം പറയുന്നുണ്ട്. പേഷ്യനെ മൊത്തത്തിൽ പഠിച്ചതിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമാണ്. മാഡത്തിന്റെ ഹസ്ബൻഡ് ഇമോഷണൽ ലെവൽ കൂടിയ ഒരാളാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ റിയാക്ട് ചെയ്യത്തില്ല. എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യാറുണ്ടെന്ന് വൈജ പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ 10-1 മാത്രമാണെന്ന് ഡോക്ടർ പറയുന്നു. മാഡം പൊതുവെ മനസ്സിൽ തോന്നുന്നത് അതേപടി പ്രകടിപ്പിക്കും അല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.